ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുക, നമ്മുടെ സേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും ഉണ്ടാകുക, എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് പാസ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓരോ വിഷയത്തിനും ഇതേപോലെ അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്, പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ വെച്ചിട്ട് നമ്മളൊരു സ്ട്രാറ്റജി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, കുറഞ്ഞ എഫേർട്ട് കൊണ്ട് നമുക്ക് ആ വിഷയം പാസ്സാകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്ട്രാറ്റജി അറിഞ്ഞിരിക്കണം. മുഴുവൻ വിഷയങ്ങളുടെയും ഇതേപോലുള്ള സ്ട്രാറ്റജി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്, കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 80 മാർക്കിൻ്റെ ഒരു ചോദ്യ പേപ്പറാണ്. 80 മാർക്കിൻ്റെ ഒരു ചോദ്യ പേപ്പറിൽ നിന്ന് ഈ ഒരു ലാസ്റ്റ് നിമിഷം, ഇന്ന് ജൂൺ 25-ാം തീയതിയാണ്, ഇനി വളരെ കുറച്ച് ദിവസമാണ് ഇംഗ്ലീഷിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ജൂൺ 25 ആണ്. ഇന്ന് തുടങ്ങിയാൽ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ഒരു 48 മാർക്ക് വലിയ എഫേർട്ട് ഇല്ലാതെ, വലിയ എഫേർട്ട് ഇല്ലാതെ സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്കൊരു 4 മാർക്കിൻ്റെ ചോദ്യം വരുന്നത് പാസേജ് വായിച്ചിട്ട് അതിൽ നിന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ നിന്നാണ്. ഒരു പാസേജ് നമ്മൾ പഠിച്ചതാണ് വരാം, നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് വരാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് വായിക്കണം. ഇൻ കേസ് ടെക്സ്റ്റ് വായിക്കാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ, ബാക്കി വിഷയങ്ങൾ പഠിക്കാനുണ്ട് എന്നെങ്കിൽ ആ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി എങ്കിലും വായിക്കണം. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ, നമ്മുടെ ചാനലാണെന്നുണ്ടെങ്കിലും +2 ഇംഗ്ലീഷിൻ്റെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ചെറിയ ചെറിയ സമ്മറീസ് കിടക്കുന്നുണ്ട്. അതിലെന്താ നടക്കുന്നതെന്ന് പെട്ടെന്ന് പറയുന്നത്, അതെങ്കിലും കേട്ടിരിക്കുക. അത് കേട്ടിട്ട് നമ്മളിത് വായിക്കുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കി ഇതിനെപ്പറ്റി എന്താ പറയുന്നതെന്ന്. അപ്പം അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ 4 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പറ്റില്ല എന്ന് നിങ്ങൾ പറയരുത്. വളരെ ഈസിയാണ്. നമുക്ക് വളരെ സുഖമായിട്ട് എന്ത് ചെയ്യാം, ആ 4 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാം. എല്ലാ പാഠത്തിൻ്റെയും സമ്മറി നിങ്ങൾ വായിക്കാം. ടെക്സ്റ്റ് വായിക്കലാണ് ഏറ്റവും നല്ലത്. ഇൻ കേസ് വായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സമ്മറി എങ്കിലും വായിക്കാം. ഏത് ലെസണിൽ നിന്നാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ആണ്ട് ലൂസിയുടെ അപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് എവിടെ നിന്നാണെന്ന് നമുക്കറിയാം, അല്ലേ? ഇതൊക്കെ ഇതിൽ നിന്നാണ്, അമിഗോ ബ്രദേഴ്സിൽ നിന്ന് വരുന്നതാണ്. ഫൈറ്റ് ഫ്ലിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഏത് ചാപ്റ്ററിൽ നിന്നാണ്, ഹി ആരാണ് എന്നൊക്കെ. ഇതൊക്കെ ആ കഥ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു 4 മാർക്ക് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അടുത്ത 4 മാർക്ക് വരുന്നത് പോയാണ്. പോയം നമുക്ക് എനിക്കൊന്ന് അറൗണ്ട് ഒരു 5 പോയം മാത്രമേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ആ 5 പോയം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 5 പോയം പഠിച്ചു കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ മീനിങ് നമുക്ക് എഴുതാൻ പറ്റും. അതും സിമ്പിളാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലും ഈസി ആയിട്ട് പഠിക്കാൻ വേറൊരു വഴിയില്ല, ഡയറക്റ്റ് ആണ്. പോയം നമ്മൾ 5 പോയെ പഠിക്കാനുള്ളൂ. അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ അതിൻ്റെ മീനിങ് ചോദിക്കാം, അതങ്ങോട്ട് എഴുതി വെക്കാം. ഇനിയിപ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. 4 മാർക്കിന് അവിടെ 3 മാർക്ക് കിട്ടിക്കോളും, 1 മാർക്കേ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, 5 പോയം വായിക്കുക, അതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എളുപ്പമാണ്. ആ രീതിക്കുള്ള ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുള്ളൂ. അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതൊന്നും ചോദിക്കില്ല. പിന്നെ ചോദിക്കുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇതും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്തായാലും ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അറിയില്ല, അതിൻ്റെ രീതി ഒന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനെ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കി മാറ്റാം. ജസ്റ്റ് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കി മാറ്റിയാൽ മതി. അപ്പോൾ വാക്കാണ് വാക്ക്ഡ്, ആസ്ക്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, പാസ്റ്റിലേക്ക് മാറ്റി വയ്ക്കുക. കുറേ ഭാഗങ്ങൾ ശരിയാവും. 2 മാർക്ക് കിട്ടിയില്ല, അവിടെ 1 മാർക്കെങ്കിലും എന്തായാലും കിട്ടും. എളുപ്പമുള്ള റിപ്പോർട്ട് സ്പീച്ച് ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് അതും വലിയ പ്രശ്നമില്ലാത്തതാണ്. പിന്നെ നമുക്ക് വരുന്ന സെക്ഷൻ ഗ്രാമറാണ്. മാക്സിമം ഒരു 10 അല്ലെങ്കിൽ 12 മാർക്കിൻ്റെ അടുത്താണ് ഗ്രാമർ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറ്. ചോദിക്കുന്ന എല്ലാ ഗ്രാമറും നിങ്ങളെ കൊണ്ട് ശരിയാക്കാൻ പറ്റും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലത് നമുക്ക് ഡിഫിക്കൽട്ട് പോലെ തോന്നും. പക്ഷേ എളുപ്പമുള്ള ഗ്രാമേഴ്സ് ഒന്ന് നോക്കാം. ഒന്ന് ഇഡിയം ആണ്, സ്യൂട്ടബിൾ ഇഡിയം. ഇഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഫ്രേസസ് ആണ്, അതായത് അതിന് വേറെ അർത്ഥമായിരിക്കും ഉണ്ടാകാം. അത് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് തന്നെ ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, ഇഡിയംസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള വല്ലപ്പോഴും. പ്രോസ് ആൻഡ് കോൺസ് എന്ന് വെച്ചാൽ അതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റ് എന്നാണ് അർത്ഥം. ലാസ്റ്റ് സ്ട്രോ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഹോപ്പ് എന്നാണ് അർത്ഥം. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇഡിയംസ് ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അത് തന്നെ പഠിച്ചാലും മതി. അത് പഠിച്ചു വെച്ചാൽ ഈ 2 മാർക്ക് നമുക്ക് അവിടെ ഇഡിയംസിൽ നിന്ന് ചോദിക്കുമ്പോൾ 2 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാം. അപ്പോൾ നമ്മൾ 12 മാർക്കോളം സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ
പിന്നെ ചോദിക്കാറ് എറേഴ്സ് ചോദിക്കാറുണ്ട്. മിസ്റ്റേക്സ് തന്നിട്ട് അത് എല്ലാം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും 2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2 ഈസി ആയിരിക്കും. ജസ്റ്റ് പാസ്റ്റിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വെർബിന്റെ ചേഞ്ച് മാറ്റാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് അവിടെ 2 മാർക്ക് എറേഴ്സിൽ നിന്ന് മേടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് 4 മാർക്കിന് 5 ചോദ്യങ്ങളാണ് വരാം. അതിൽ ബ്ലർബ് ചോദിക്കാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പൊ ബ്ലർബ് ശരിയാക്കിയാൽ ബ്ലർബ് ഒന്നുമില്ലല്ലോ, അതിൽ ഗ്രാമർ ഒന്നുമില്ലല്ലോ, 4 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. 18 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി 4 ചോദ്യങ്ങളുണ്ട്. 4 മാർക്കിന് 4 ചോദ്യങ്ങൾ. അത് സ്ഥിരം വരുന്ന ഏരിയകളിൽ നിന്ന് തന്നെ വരാറ്. അത് തന്നെ പഠിച്ചാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് കൃഷിയെ പറ്റിയിട്ടും ഒക്കെ. ആ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ അഗ്രികൾച്ചറിൽ വന്ന ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് അനൗൺസ്മെന്റ് പഠിക്കണം. അനൗൺസ്മെന്റ് പഠിക്കണം. 4 മാർക്കിലേക്ക് വരാവുന്നതാട്ടോ. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ വരുള്ളൂ. അനൗൺസ്മെന്റ് പഠിക്കണം. എറേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഹൊറഗെല്ലുവിൽ നിന്ന് ചോദിക്കും. നിങ്ങൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഹൊറഗെല്ലുവിന്റെ ഇമ്പോർട്ടൻസോ പിന്നെ ആഫ്രിക്കൻ അഡേജിന്റെ ഇമ്പോർട്ടൻസോ പിന്നെ ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ ഫോർ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം തന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ. അതൊക്കെ പഠിച്ചു വെക്കണം. എന്തൊക്കെ 4 മാർക്കിലേക്ക് പഠിക്കേണ്ടത്? ബ്ലർബ് പഠിക്കാം, അനൗൺസ്മെന്റ് പഠിക്കാം, പിന്നെ ഹൊറഗെല്ലുവിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കാം, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിനെ പറ്റിയിട്ട് പഠിക്കാം, കൃഷിയെ പറ്റിയിട്ട്, വുമൻ എംപവർമെന്റിനെ പറ്റിയിട്ടൊക്കെ വളരെ ചെറുതായിട്ട് എന്തെങ്കിലും ചോദിച്ചാലേ ഉള്ളൂ. 4 മാർക്കിലേക്ക് ചോദിക്കാനുള്ള ടോപ്പിക് അതില്ല. ഓക്കെ. അപ്പോൾ അനൗൺസ്മെന്റ്, ഈ സംഭവങ്ങളൊക്കെ. പിന്നെ പോയത്തിന്റെ ലൈൻ മീനിങ് പിന്നെയും വേറെ പോയത്തിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മാർക്കിന് 5 ചോദ്യം വരുന്നിടത്ത് 4 × 5 = 20 മാർക്കാണ് ഈ സെക്ഷനിൽ വരുന്നത്. അതിൽ 20 സ്കോർ ചെയ്തില്ലെങ്കിലും എല്ലാത്തിൽ നിന്നും കുറച്ച് മാർക്ക് കുറച്ചാൽ ഒരു 14, ഞാൻ ആവറേജ് സ്റ്റുഡൻസിന്റെ കാര്യമായിട്ട് പറയുന്നത്, ഒരു 14 മാർക്കോളം നമുക്ക് ആ ഭാഗത്തുനിന്ന് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ +14. ഓക്കെ, 14 നമുക്ക് അവിടെ സ്കോർ ചെയ്യാം. ഇനി 14 പറ്റില്ല 12 എങ്കിലും. ഓക്കെ, 12 ഓരോ ക്വസ്റ്റ്യനിൽ നിന്നായിട്ട് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ 5 ക്വസ്റ്റ്യൻ നമ്മൾ 4 മാർക്കിന് 5 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 20. നമ്മൾ മിസ്റ്റേക്കുകളെല്ലാം കളഞ്ഞാലും 12 മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാം കേട്ടോ. അപ്പൊ 12 മാർക്ക്. അപ്പൊ നേരത്തെ 18ഉം ഈ 12 ചേർത്ത് 30 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ചോദിക്കുന്നത് 6 മാർക്കിന് 5 ചോദ്യമാണ്. 6 മാർക്കിന് 5 ചോദ്യങ്ങളിലേക്കും ചോദിക്കാവുന്ന കാര്യങ്ങൾക്ക് ഒരു റെപ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 6 മാർക്കിന് 5 ചോദ്യത്തിൽ ഒന്ന് ചോദിക്കാം, എന്തായാലും സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ടും ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ടും എന്തായാലും ചോദിക്കും. ഓക്കെ, ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് മേ ബി ഒരു ലെറ്റർ ആയിരിക്കാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഡ്രഗ് അബ്യൂസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 6 മാർക്കിന്റെ ചോദ്യം വരും. ഓണ്ടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് വരും. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ അതിൽ നിന്ന് വരും. പിന്നെ അതുപോലെ തന്നെ പിന്നെ വിമൻ എംപവർമെന്റുമായി ബന്ധപ്പെട്ടിട്ട് വരും. പിന്നെ ഒരു ക്യാരക്ടർ സ്കെച്ച് വരും. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, 6 മാർക്കിന് 5 ചോദ്യം. അപ്പൊ 6 × 5 30 മാർക്കുള്ള ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക് ഒക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോയാൽ, അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 30 മാർക്കിൽ നമുക്കൊരു 15 മാർക്ക് എടുക്കാമല്ലോ. മിനിമം 15 മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാം. 30 + 15 45 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു. ഓക്കെ, 45 മാർക്ക് സ്കോർ ചെയ്തു. ഇനി 8 മാർക്കിന്റെ സെക്ഷനാണ്. 8 മാർക്കിന്റെ സെക്ഷനിൽ എന്തായാലും ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമി ഉണ്ടാകും. 8 മാർക്ക്. അത് ആ 8 മാർക്ക് ആ ഫോർമാറ്റ് പഠിച്ച 8 മാർക്കിൽ 1 മാർക്ക് പോലും കുറയില്ല. അപ്പൊ 53 മാർക്ക് നമ്മൾ ഇവിടെ സ്കോർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് വുമൻ എംപവർമെന്റുമായി ബന്ധപ്പെട്ട് 8 മാർക്കിന്റെ സെക്ഷനിൽ എന്ത് ചോദിക്കും, ഒരു സ്പീച്ചോ എസ്സേയോ അല്ലെങ്കിൽ ഇവിടെ ഡ്രഗ് അബ്യൂസിൽ നിന്നോ മുന്നേ പഠിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞ അതേ ടോപ്പിക്ക് തന്നെ ഇവിടെ 8 മാർക്കിനായിട്ടും ചോദിക്കും. അപ്പൊ ഒരു ആൻസർ പഠിച്ചു വെച്ചാൽ ഇവിടെ മാറ്റി വലുതും ചെറുതും ആക്കി എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നമുക്കൊരു 4 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 3 മാർക്ക്. 3 മാർക്ക് ഏറ്റവും മിനിമം കിട്ടുന്നതാണ് 3 മാർക്ക്. പിന്നെ ഇവിടെ ഒരു കമ്പാരിസന്റെ ആ ഫോർമാറ്റ് പഠിച്ചു വെച്ചിട്ട് ഒന്ന് എഴുതി വെച്ചാൽ 8 മാർക്കിന്റെ സെക്ഷനിൽ ഇവിടെ നിങ്ങൾ 3 മാർക്ക് മേടിച്ചെടുത്താൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ 3 6 53ന്റെ കൂടെ നമ്മൾ ഇവിടെ 53ന്റെ കൂടെ നമ്മൾ 6 മാർക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 59 മാർക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ലാസ്റ്റ് സ്ട്രാറ്റജി.
ഒന്നും പഠിക്കാത്ത ആളുകള് ഈ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്ത് പഠിക്കണം. നമ്മൾ അങ്ങനെയാ വലിയ വലിയ എക്സാമുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് മൊത്തം എടുത്ത് പഠിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് സ്ട്രാറ്റജി ഫോം ചെയ്യും. സ്ട്രാറ്റജി ഫോം ചെയ്തിട്ട് ആ സ്ട്രാറ്റജി അനുസരിച്ച് പഠിച്ചാൽ നിങ്ങൾ എന്തായാലും പാസ്സാകും. അതിലൊരു സംശയമില്ല. ഈ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്ത് നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും 48ന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും, ഷുവർ ആണ്. സോ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. താങ്ക് യു സോ മച്ച്.